Hello everyone. In this part, we will see demand schedule and demand curve. So demand schedule എന്ന് പറഞ്ഞാൽ tabular representation or table എന്നാണ് meaning. So demand schedule എന്ന് പറഞ്ഞാൽ it is a table that shows various quantities of goods or service that consumers are willing and able to buy at different price levels. ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് ഒരു ഗുഡ്സിന്റെ എത്ര പ്രൈസിന് ഒരു ഗുഡ് വാങ്ങാൻ, എത്ര ക്വാണ്ടിറ്റി ഗുഡ് വാങ്ങാൻ ആൾക്കാർ തയ്യാറാണ് എന്നുള്ളതിന്റെ ഒരു ടാബുലർ റെപ്രസെന്റേഷൻ ആണ് എന്ത് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതിന് രണ്ട് കോളം ഉണ്ട്, പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും. പിന്നെ അതുപോലെ തന്നെ ഈച്ച് റോ റെപ്രസെന്റ് എ ഡിഫറെന്റ് പ്രൈസ് ക്വാണ്ടിറ്റി കോമ്പിനേഷൻ. ഇങ്ങനെ ഉള്ള ഒരു ടാബുലർ റെപ്രസെന്റേഷൻ ആണ് എന്ത് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ 5 രൂപ പ്രൈസ് ആകുമ്പോൾ 100 ക്വാണ്ടിറ്റി വാങ്ങുന്നു, 4 രൂപ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു. ഈ ഒരു റിലേഷൻഷിപ്പ് ടാബുലർ ഫോമിൽ കാണിക്കുന്നതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇതാ 1 രൂപയിൽ എത്ര ക്വാണ്ടിറ്റിയാണ്? 500 ക്വാണ്ടിറ്റി വാങ്ങുന്നു. പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറയുന്നു. 2 രൂപയാകുമ്പോൾ 400 ആവുന്നു, 3 രൂപയാകുമ്പോൾ 300 ആവുന്നു, 4 രൂപയാകുമ്പോൾ 200 ആവുന്നു, 5 രൂപയാകുമ്പോൾ 100 ആവുന്നു. അങ്ങനെ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള നെഗറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു കർവ് ആണ് എന്ത് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് ഇസ് ഓൾവേസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്. ഇതെന്താണ്? നെഗറ്റീവ് റിലേഷൻഷിപ്പ്. നമുക്ക് അറിയാം, ലോ ഓഫ് ഡിമാൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു. പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അത് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് ഷെഡ്യൂളിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിൽ എക്സ് ആക്സിസിൽ എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. വൈ ആക്സിസിൽ പ്രൈസ് കൊടുക്കുന്നു. ആൻഡ് ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതായത് പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടും. ഇത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കർവ് ആണ് എന്ത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. Now let's see the causes or reasons for the law of demand or sloping downward. എന്തുകൊണ്ടാണ് അതിന്റെ റീസൺസ്? ഈ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് diminishing marginal utility. We have already seen this. diminishing marginal utility എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയി കഴിഞ്ഞാൽ, ഒരുപാട് ക്വാണ്ടിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്ലൈസ് ഓഫ് പിസയിൽ നമുക്ക് ഹൈ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് അഡീഷണൽ യൂണിറ്റ്സ് ഒരുപാട് നമ്മൾ കഴിക്കുമ്പോൾ, ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കുറയും. അത് ഒരു റീസൺ ആണ് ഡിമാൻഡ് നെഗറ്റീവ് സ്ലോപ്പിംഗ് ആവാൻ. പിന്നെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്, അതായത് നമുക്ക് ഒരു പൈസ ഉണ്ടാവും, ഒരുപാട് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ അടുത്തുള്ള പൈസ അതിന് നമ്മളെ അനുവദിക്കില്ല. അതും ഒരു റീസൺ ആണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് യു ഫോർഗോൺ ടു ഒബ്റ്റെയിൻ എ തിങ്. അതായത് ഒരു ഗുഡിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ റിലേറ്റീവ്ലി ചീപ്പർ ഗുഡ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും. Okay, consumers become more reluctant to purchase it as they get more value from their limited budget elsewhere. അപ്പൊ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് ഫുഡ് കഴിക്കാം. ഇപ്പൊ നമ്മൾ ഔട്ട്സൈഡ് ഫുഡ് കഴിച്ചാൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതാണ് ഔട്ട്സൈഡ് ഫുഡ് കഴിച്ചാലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് ഔട്ട്സൈഡ് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ആ ഒരു റീസൺ കൊണ്ടും എന്താണ് ഡിമാൻഡ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ടീ ആൻഡ് കോഫി ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നമുക്ക് മാറ്റാൻ വരുത്തുന്നത്, അതായത് ദോശ, ഇഡ്ഡലി. നമുക്കിപ്പം ഒരു ഷോപ്പിൽ പോയിട്ട് ദോശയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ നമുക്ക് ഇഡ്ഡലിയിലേക്ക് സ്വിച്ച് ചെയ്യാം. അതുപോലെ കോഫിയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ നമുക്ക് ടീയിലേക്ക് സ്വിച്ച് ചെയ്യാം. അതുകൊണ്ടും കൂടെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവും. ഇൻകം എഫക്ട്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കൺസ്യൂമേഴ്സിന്റെ ഇൻകവും ചേഞ്ച് ചെയ്യുന്ന ഒരു ഫീലിംഗ് കൺസ്യൂമേഴ്സിന് വരും. അതായത് ഒരു ഗുഡ്സിന്റെ പ്രൈസ് ഡിക്രീസ് ആണെങ്കിൽ കൺസ്യൂമറിന് ഇപ്പൊ പണ്ട് 10 രൂപ സ്പെൻഡ് ചെയ്യുന്ന അവിടെ 8 രൂപ സ്പെൻഡ് ചെയ്യുമെങ്കിൽ കൺസ്യൂമറിന് 2 രൂപ അവിടെ ലാഭം വരും.
അപ്പൊ അയാൾ വിചാരിക്കും അയാളുടെ ഒന്നുകൂടെ വെൽത്തിയർ ആയിട്ട് ഉള്ള ഒരു ഫീലിംഗ് അയക്കുണ്ട്. സോ ഇതും ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള കാരണമാവും. പിന്നെ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ്, കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അതും എന്തിനു കാരണമാണ്? ഡിമാൻഡ് കർവ് നെഗറ്റീവായി ഡൗൺവേർഡിലേക്ക് സ്ലോപ്പ് ചെയ്യാൻ അതും കാരണമാണ്. സോ ഇൻ ദിസ് പാർട്ട് വി ഹാവ് സീൻ വാട്ട് ഇസ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ടാബുലർ റെപ്രസെന്റേഷൻ ആണ് ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. രണ്ട് കോളം ഉണ്ട്, പ്രൈസും ഡിമാൻഡും. ഇതിന്റെ ഡിമാൻഡ് ഷെഡ്യൂളിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത്? ഡിമാൻഡ് കർവ്. ഓൾവേസ് നോട്ട് ദാറ്റ് ഡിമാൻഡ് കർവ് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഓർ നെഗറ്റീവ് ആസ് it shows the relationship between price and quantity demand. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് നെഗറ്റീവ് സ്ലോപ്പിംഗ് എന്നുള്ളത് നമ്മൾ കണ്ടു.